ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിരാഷ്ട്ര പര്യടനം സമാപിച്ചു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഹരിയാനയിലും രാജസ്ഥാനിലുമായി 26,750 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീംകോടതി റദ്ദാക്കി. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനം സമാപിച്ചു. സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം ജൂൺ ജൂലൈ മാസങ്ങളിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 326 റൺസ് നേടി ഇന്ത്യ. നായകൻ രോഹിത് ശർമ്മയ്ക്കും രവീന്ദ്ര ജഡേജയ്ക്കും സെഞ്ചുറി. വാർത്തകൾ വിശദമായി. ഖത്തർ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനമായ ദോഹയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉതകുന്ന മേഖലകളെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്തു. ഉഭയകക്ഷി, പ്രാദേശിക, ആഗോള വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചുവടുവയ്പ്പാണ് കൂടിക്കാഴ്ചയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്നലെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെയും പ്രധാനമന്ത്രി സന്ദർശിച്ച് ചർച്ച നടത്തിയിരുന്നു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ധനകാര്യം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം അവസാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വികസിത് ഭാരത് വികസിത് രാജസ്ഥാൻ പരിപാടിയെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യും. 17,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. റോഡ്, റെയിൽവേ, കുടിവെള്ളം, ഊർജ്ജ പ്രസരണം, പെട്രോളിയം, പ്രകൃതിവാതകം, സോളാർ ഊർജ്ജം എന്നീ സുപ്രധാന മേഖലകളിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. രാജസ്ഥാനിൽ 5,000 കോടിയിലധികം രൂപയുടെ ദേശീയപാതാ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഡൽഹി മുംബൈ 8-വരി പാതയുടെ 3 പുതിയ സെക്ഷനുകൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വന്യജീവികളുടെ തടസ്സമില്ലാത്ത സഞ്ചാരം സാധ്യമാക്കുന്ന അടിപ്പാതകളും മേൽപ്പാതകളും അടങ്ങുന്നതാണ് പുതിയ സെക്ഷനുകൾ. ദബാരിയയിലെ NH-48ന്റെ ചിറ്റോർഗഡ് ഉദയ്പൂർ ഷാംലാജി സെക്ഷനുകളെ ബന്ധിപ്പിക്കുന്ന 6-വരി ഉദയ്പൂർ ബൈപ്പാസിന്റെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും. രാജസ്ഥാനിലെ ജുൻജുനു, അബു റോഡ്, ടോങ്ക് ജില്ലകളിലെ അടിസ്ഥാന റോഡ് സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ 9,750 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. ഹരിയാനയിലെ റെവാഡിയിൽ നടക്കുന്ന ചടങ്ങിൽ നഗരഗതാഗതം, ആരോഗ്യം, റെയിൽ, ടൂറിസം മേഖലകളുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഏകദേശം 5,450 കോടി രൂപ ചെലവിൽ 28.5 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ഗുരുഗ്രാം മെട്രോ റെയിൽ പദ്ധതിയാണ് നാളെ രാജ്യത്തിന് സമർപ്പിക്കുന്ന പദ്ധതികളിലൊന്ന്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിനും നാളെ റെവാഡിയിൽ പ്രധാനമന്ത്രി തറക്കല്ലിടും. ഏകദേശം 1,650 കോടി രൂപ ചെലവിൽ 203 ഏക്കർ സ്ഥലത്താണ് എയിംസ് നിർമ്മിക്കുന്നത്. 240 കോടിയോളം രൂപ ചെലവിൽ കുരുക്ഷേത്രയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ജ്യോതിസർ അനുഭവ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. നിരവധി റെയിൽവേ പദ്ധതികളുടെ തറക്കല്ലിടലും സംസ്ഥാനത്തെ നിരവധി റെയിൽവേ ലൈനുകൾ ഇരട്ടിപ്പിക്കലും നാളെ റെവാഡിയിൽ നടക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീംകോടതി റദ്ദാക്കി. പൌരന്മാരുടെ വിവരാവകാശത്തെ ഇത് ലംഘിക്കുന്നതായി സുപ്രീംകോടതിയുടെ 5-അംഗ ബെഞ്ച് വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായി, ജബി പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത് നിർത്തണമെന്നും ഇതുവരെ ലഭിച്ച സംഭാവനയുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് കോടതി നിർദ്ദേശം നൽകി. കള്ളപ്പണം തടയുക, സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ പദ്ധതിക്കുള്ള ന്യായീകരണമല്ലെന്നും കോടതി വ്യക്തമാക്കി. കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള ഏക മാർഗമല്ല തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെന്നും കോടതി നിരീക്ഷിച്ചു. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ചർച്ച. ധനമന്ത്രി KN ബാലഗോപാൽ, അഡ്വക്കേറ്റ് ജനറൽ, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ധനമന്ത്രാലയത്തിലാണ് ചർച്ച നടക്കുന്നത്. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് സമാപനമായി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ആകെ 11 ദിവസമാണ് സഭ ചേർന്നത്.
ബജറ്റ് അവതരണത്തിനും നന്ദിപ്രമേയ ചർച്ചകൾക്കും ബജറ്റിന്മേലുള്ള പൊതുചർച്ചകൾക്കും സമ്മേളനം വേദിയായി. ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ ഉൾപ്പെടെ സുപ്രധാന ബില്ലുകളും സമ്മേളന കാലയളവിൽ സഭ പാസാക്കിയിരുന്നു. 10ാം സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്ന് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനും നിയമസഭ സാക്ഷിയായി. സഭയുടെ സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം ജൂൺ ജൂലൈ മാസങ്ങളിൽ ചേരും. കേന്ദ്ര സർക്കാരും സമരത്തിലുള്ള കർഷക സംഘടനാ നേതാക്കളും തമ്മിലുള്ള ചർച്ച ഇന്ന് ചണ്ഡീഗഡിൽ. കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട, കേന്ദ്ര മന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായി എന്നിവരാണ് 3ാം വട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പഞ്ചാബ്, ഹരിയാന അതിർത്തികളിൽ ജനജീവിതത്തെ സമരം സാരമായി ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ച നടക്കുന്നത്. കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ സത്യപാൽ ജെയിൻ കോടതിയെ അറിയിച്ചു. സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. കർഷകരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 2 പൊതുതാൽപര്യ ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെയാണ് കേന്ദ്രം പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികളിൽ നിലപാട് അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സപ്ലൈകോ മുഖേന വിതരണം ചെയ്യുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകി. കാലോചിതമായ മാറ്റങ്ങളുടെ ഭാഗമായാണ് വില വർദ്ധിപ്പിച്ചതെന്ന് മന്ത്രി അനിൽ പറഞ്ഞു. സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില 3 മാസം കൂടുമ്പോൾ പുനർനിർണ്ണയിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. എന്നാൽ സപ്ലൈകോയിലെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് പൊതുവിപണിയിൽ കൃത്രിമ വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വിലവർദ്ധന സാധാരണക്കാരെ ബാധിക്കുമെന്നും ഭാരത് അരിയേക്കാളും കൂടുതലാണ് സപ്ലൈകോയിലെ അരിവിലയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. വയനാട്ടിലെ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികൾ സംബന്ധിച്ച് ജില്ലയിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ ചർച്ചയിൽ വിലയിരുത്തി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ 2ാം ഘട്ട പര്യടനം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഇടപ്പഴിഞ്ഞി, വെട്ടുകാട് എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലും കോതമംഗലത്തുമാണ് യാത്ര ഇന്നെത്തിയത്. കോഴിക്കോട്, തിരുവണ്ണൂർ, ചെറുവണ്ണൂർ എന്നിവിടങ്ങളിലും പര്യടനം നടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 326 റൺസ് എന്ന നിലയിൽ. ഇന്ത്യയ്ക്ക് വേണ്ടി നായകൻ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും സെഞ്ചുറി നേടി. അരങ്ങേറ്റത്തിനിറങ്ങിയ സർഫറാസ് ഖാൻ അർദ്ധ സെഞ്ചുറി കരസ്ഥമാക്കി. 110 റൺസുമായി ജഡേജയും ഒപ്പം കുൽദീപ് യാദവുമാണ് ക്രീസിൽ. ഇംഗ്ലണ്ടിന് വേണ്ടി മാർക്ക് വുഡ് 3 വിക്കറ്റുകൾ നേടി. വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ രാജ്യത്തെ യുവതലമുറയെയും തൊഴിലാളികളെയും കഴിവുള്ളവരാക്കണമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ നടന്ന വ്യവസായ പങ്കാളിത്തത്തിലൂടെ വികസിത ഭാരതം ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഇന്ന് തൊഴിൽ ശക്തിയുടെ പുനർനൈപുണ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ ഇന്ത്യ വരുന്ന 3 വർഷത്തിനുള്ളിൽ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കേരള പദയാത്രയുടെ സമാപന സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27-ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കേരളത്തിൽ നരേന്ദ്രമോദിക്കുള്ള അംഗീകാരം വർദ്ധിച്ചുവരികയാണെന്നും ഇതാണ് കേരള പദയാത്രയുടെ വൻ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം അങ്കമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബീഹാറിലെ സരൺ ജില്ലയിൽ പുതിയതായി നിർമ്മിച്ച കലൂഘട്ട് ഉൾനാടൻ ഗതാഗത ജലപാത ടെർമിനൽ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉദ്ഘാടനം ചെയ്തു. 82.48 കോടി രൂപയുടെ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന ജലപാത ടെർമിനലിന് പ്രതിവർഷം 75,000 വലിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിരാഷ്ട്ര പര്യടനം സമാപിച്ചു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഹരിയാനയിലും രാജസ്ഥാനിലുമായി 26,750 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീംകോടതി റദ്ദാക്കി. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനം സമാപിച്ചു. സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം ജൂൺ ജൂലൈ മാസങ്ങളിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 326 റൺസ് നേടി ഇന്ത്യ. നായകൻ രോഹിത് ശർമ്മയ്ക്കും രവീന്ദ്ര ജഡേജയ്ക്കും സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.